കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. കോവയ്ക്ക നമുക്ക് വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. പഴുത്ത കോവയ്ക്ക ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പച്ചയായിട്ടുള്ളത് എടുക്കാം. കോവയ്ക്ക നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒപ്പത്തിന് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ നമുക്ക് 1-1.5 സവാളയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റിയെടുക്കാനായിട്ട് എടുക്കാം. ആദ്യമേ നമുക്ക് ഈ കോവയ്ക്കയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകാതെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്കിതെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയൊന്ന് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട, ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടെ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക വേവിക്കാനായിട്ട് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം സവാളയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ മഞ്ഞ കളറിൽ കിടക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എരിവിനനുസരിച്ചുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷായത്. ഓണത്തിനാണെങ്കിലും അതല്ല രാവിലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷായത്.